ഉത്രാടം, തിരുവോണം, അവിട്ടം, പുണർദം, പൂയം, ആയില്യം, ഉത്രം, അത്തം, ചിത്തിര എന്നിങ്ങനെയുള്ള 9 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ഈ ഡിസംബർ മാസം 14-ാം തീയതി ഞായറാഴ്ച നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ്. അതായത് ഈ നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളിൽ ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില ആളുകൾക്ക് ജീവിതത്തിൽ ഒരു പുരോഗതിയും കാണുവാൻ കഴിയാതെ നിരന്തരം ജീവിതത്തിൽ കാര്യതടസ്സങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും മാനസികമായി വളരെയധികം ദുഃഖം അനുഭവിക്കേണ്ട അവസ്ഥകളും മാത്രമാണ് അനുഭവത്തിൽ വരുന്നത്. മാത്രമല്ല, ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിങ്ങൾ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുകയും ഒപ്പം തന്നെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നടന്നു കിട്ടുമെന്നുള്ളതിൽ നിങ്ങൾ അത്രയധികം വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിൽ തന്നെ ചില വ്യക്തികൾക്ക് ഇതുവരെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ചില സാഹചര്യങ്ങൾ കൊണ്ട് ജീവിതത്തിലെ ഓരോ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോഴും ഒരു ഉൾഭയമാണ്. കാരണം പ്രതീക്ഷ വെച്ചു പുലർത്തിയ എല്ലാ കാര്യങ്ങളിൽ നിന്നും അവസാനം ഒരു പരാജയം നേരിടേണ്ടി വന്ന അവസ്ഥയാണ് ഇതിൽ ഭൂരിഭാഗം ആളുകൾക്കും ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഈ 9 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഡിസംബർ 14-ാം തീയതി ഞായറാഴ്ച രുചകയോഗമാണ് സിദ്ധിക്കുവാൻ പോകുന്നത്. അപ്പോൾ ഈ രുചകയോഗം സിദ്ധിക്കുന്നതിലൂടെ ഈ ഡിസംബർ 14-ാം തീയതി ഞായറാഴ്ച ഈ 9 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ വിശദമായി നാം പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൽ ഒന്നാമതായി രുചകയോഗം സിദ്ധിക്കുന്നതിനാൽ ഈ ഡിസംബർ 14-ാം തീയതി ഞായറാഴ്ച ജീവിതത്തിൽ വളരെ വലിയ രീതിയിലുള്ള ചില മാറ്റങ്ങൾ കാണുവാനുള്ള യോഗം തെളിഞ്ഞിരിക്കുന്ന രാശിക്കാരായി വരുന്നത് ഉത്രാടം, തിരുവോണം, അവിട്ടം വരുന്ന മകരം രാശിക്കാരാണ്. മകരം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ രുചകയോഗം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഭാഗ്യകരമായാണ് നിൽക്കുന്നത്. അതായത് ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ദൗർഭാഗ്യം മാത്രം അനുഭവത്തിൽ വന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു നിങ്ങളെങ്കിൽ പോലും ഈ ഡിസംബർ 14-ാം തീയതി നിങ്ങളിലേക്ക് ഈ ഭാഗ്യയോഗം വന്നു ചേരുന്നതോടെ ഒട്ടനവധി സന്തോഷകരമായ അനുഭവങ്ങൾ മകരം രാശിക്കാർക്ക് ഉണ്ടാകും. ഇതിൽ ഏറ്റവും ആദ്യമായി തന്നെ എടുത്തു പറയേണ്ടത് ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ഏതൊക്കെയോ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾ ജീവിതത്തിൽ ശത്രുദോഷം വളരെയധികം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സന്തോഷമുണ്ടായിട്ടുണ്ടെങ്കിൽ ആ സന്തോഷത്തെ തല്ലിക്കെടുത്തുവാനും ഒരു വിധത്തിലുള്ള ഉയർച്ചകളും നിങ്ങൾക്ക് ഉണ്ടാകാതിരിക്കുവാനുമായി ചില ആഭിചാരക്രിയകൾ വരെ ചെയ്യുവാനും മടിയില്ലാത്ത ചില വ്യക്തികൾ നിങ്ങളുടെ ചുറ്റുമുണ്ട്. ഇതിൽ നിങ്ങളോട് ശത്രുത വെച്ചു പുലർത്തുന്ന ചില വ്യക്തികളെ നിങ്ങൾക്ക് അറിയാമെങ്കിലും മറ്റു ചിലരെ നിങ്ങൾക്ക് ഇപ്പോഴും തിരിച്ചറിയുവാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഇതിൽ ചില വ്യക്തികൾ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്ന രീതിയിലാണ് നിങ്ങളോട് ഇടപെടുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഒരു നേട്ടമുണ്ടാകുന്നു എന്ന് കണ്ടാൽ അവരുടെ മനസ്സിൽ അത്രയേറെ അസൂയയും സമാധാനക്കേടുമാണ് ഉണ്ടാകുന്നത്. എന്നാൽ ഇത്തരത്തിൽ ശത്രുദോഷം നേരിട്ട് വന്നിരുന്ന ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് രുചകയോഗം സിദ്ധിക്കുന്ന സമയത്ത് ശത്രുദോഷത്തിൽ നിന്ന് മുക്തി നേടുവാൻ കഴിയുകയും അതുപോലെ തന്നെ മനസ്സിൽ ശത്രുതാ മനോഭാവം ഉണ്ടായിരുന്നിട്ടും നിങ്ങളോട് സ്നേഹം നടിച്ചിരുന്ന ചില വ്യക്തികളെ തിരിച്ചറിയുവാൻ കഴിയുകയും ചെയ്യും. ഇത്തരത്തിൽ ശത്രുദോഷവും നിങ്ങളെ കപടമായി സ്നേഹിച്ചിരുന്ന വ്യക്തികളും നിങ്ങളിൽ നിന്ന് അകലുന്നതിനാൽ തന്നെ നിങ്ങളുടെ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ
നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള നേട്ടങ്ങളും ഉണ്ടാകുമെന്നുള്ളതാണ് വാസ്തവം. അതുപോലെ തന്നെ ഈ ഡിസംബർ 14 ഞായറാഴ്ച മകരം രാശിക്കാരിലേക്ക് വന്നു ചേരുന്ന ഈ രുചകയോഗം നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ വളരെ വലിയ രീതിയിലുള്ള ഗുണകരമായ മാറ്റങ്ങളാണ് സൃഷ്ടിക്കുവാൻ പോകുന്നത്. അതായത് ഓരോ പ്രശ്നങ്ങൾ കൊണ്ടും കുടുംബത്തിൽ നിലനിൽക്കുന്ന സമാധാനക്കേടുകൾ കൊണ്ടും വളരെയധികം മാനസിക വിഷമത അനുഭവിച്ചു വരുന്ന ചില മകരം രാശിക്കാർ ഇന്ന് ഈ അധ്യായം കാണുന്നുണ്ട്. അതായത് വീട്ടിൽ വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ സമാധാനക്കേടല്ലാതെ നിങ്ങൾക്ക് ഒരു സന്തോഷവും അവിടെ നിന്ന് ലഭിക്കുന്നില്ല. കുടുംബ പ്രശ്നങ്ങൾ മാത്രമല്ല, ഭാര്യ ഭർത്തൃ ബന്ധം വരെ തകർന്നു നിൽക്കുന്ന ചില വ്യക്തികളും ഇതിലുണ്ട്. എന്നാൽ ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളും തകർച്ചകളുമാണ് അനുഭവത്തിൽ ഉള്ളതെങ്കിലും പരസ്പര സ്നേഹത്തോടെ ഒന്നിച്ചു ജീവിക്കണമെന്ന് ഇതിൽ ചിലർ ആഗ്രഹിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണുവാനും അതുപോലെ തന്നെ കുടുംബത്തിൽ ഒരു സമാധാനം നിറഞ്ഞ അന്തരീക്ഷം വന്നു ചേരുന്നത് കാണുവാനുമുള്ള യോഗം ഉടനടി ഉണ്ടാകും. ഒപ്പം തന്നെ ഈ ഡിസംബർ 14 കുടുംബത്തോടൊപ്പം വളരെ സന്തോഷകരമായി കുറച്ച് അധികം സമയം ചിലവഴിക്കുവാനും ചില പ്രിയപ്പെട്ടവരിൽ നിന്ന് എന്തൊക്കെയോ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങുവാനുമുള്ള യോഗം വരെ മകരം രാശിക്കാരിൽ ചില വ്യക്തികൾക്ക് ഉണ്ടാകും. ഇനി അതുപോലെ തന്നെ ഈ രുചകയോഗം സിദ്ധിക്കുന്ന ഡിസംബർ 14 ഞായറാഴ്ച ജന്മദിനം ആഘോഷിക്കുന്ന ഏതെങ്കിലും ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രത്തിൽ പിറന്ന മകരം രാശിക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് വളരെയേറെ ഭാഗ്യകരമായ ഫലങ്ങളായിരിക്കും നൽകുവാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ അടുത്ത ഒരു വർഷം എന്ന് പറയുന്നത് വളരെയധികം സന്തോഷങ്ങളും ജീവിത നേട്ടങ്ങളും കൊണ്ട് നിറയുന്നതായിരിക്കും എന്നത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഈ പ്രപഞ്ചശക്തി മനസ്സിലാക്കി തരുന്ന സമയമാണ് ഇത്. അപ്പോൾ അത്തരത്തിൽ ഈ ഡിസംബർ 14 ഞായറാഴ്ച ഏതെങ്കിലും മകരം രാശിക്കാർ ജന്മദിനം ആഘോഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും എഴുതി അറിയിക്കുക. ഇനി ഈ രുചകയോഗം കൊണ്ട് മകരം രാശിക്കാർക്ക് മറ്റുള്ള ഭാഗ്യകരമായ കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ വളരെയധികം സാമ്പത്തിക നേട്ടങ്ങളും പല വഴികളിൽ നിന്നും വന്നു ചേരുന്ന സമയത്തിൻ്റെ തുടക്കം കൂടിയായിരിക്കും ഇത്. അതായത് നിങ്ങൾ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുവാനായി എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിന് മുതൽക്കൂട്ടാവുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ മാത്രമേ ഈ ഒരു സമയത്ത് നൽകുകയുള്ളൂ. അതിനാൽ തന്നെ കടബാധ്യതകൾ കൊണ്ടൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുന്ന മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഡിസംബർ മാസം 14 പല സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനുള്ള യോഗം കൈവരും. ഒപ്പം തന്നെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും മകരം രാശിക്കാർക്ക് ഏറ്റവും മികച്ച ഒരു സമയം തന്നെയാണ് ഇത്. അപ്പോൾ ഒരു മകരം രാശിയിൽ പിറന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒട്ടനവധി ശുഭകാര്യങ്ങളെ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമായിരിക്കും രുചകയോഗത്താൽ വന്നു ചേരുന്നത്. ഇനി രണ്ടാമതായി ഈ ഡിസംബർ 14 ഞായറാഴ്ച രുചകയോഗം സിദ്ധിക്കുന്നതോടെ ജീവിതത്തിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണുവാനുള്ള ഭാഗ്യം നിലനിൽക്കുന്ന രാശിക്കാരായി വരുന്നത് പുണർദം, പൂയം, ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാരാണ്. ഇന്നത്തെ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന കർക്കിടകം രാശിക്കാരായിട്ടുള്ള പല വ്യക്തികൾക്കും ജീവിതത്തിൽ നല്ല അനുഭവങ്ങളൊന്നും തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ. അതായത് എപ്പോഴും ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും മാത്രമാണ് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്താൽ പോലും എപ്പോഴും കുറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളും മാത്രമാണ് നിങ്ങൾക്ക് കേൾക്കേണ്ടി വരുന്നത്. അതായത് നിങ്ങൾ മറ്റുള്ളവരോട് ഒരു ഉപദ്രവത്തിനും പോയില്ലെങ്കിൽ പോലും നിങ്ങളെ ദ്രോഹിക്കുവാനും ഉപദ്രവിക്കുവാനും ഒട്ടനവധി ആളുകളാണ് ചുറ്റുമുള്ളത്. ഇനി ഇതിനെല്ലാം പുറമെ
സാമ്പത്തിക പ്രതിസന്ധികൾ വേറെയും. അപ്പോൾ ജീവിതത്തിലെ പല സാഹചര്യങ്ങൾ കൊണ്ടും വളരെയധികം ദുരിതങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ രുചകയോഗം അത്രയധികം ഭാഗ്യകരമായാണ് തെളിഞ്ഞിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി ഈ ഒരു സമയത്ത് കർക്കിടകം രാശിക്കാർക്ക് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വർദ്ധിക്കുകയും നിങ്ങളെ അലട്ടിയിരുന്ന പ്രതിസന്ധികൾ എന്തുതന്നെയായിരുന്നാലും ആ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി നേടുവാനുള്ള ഭാഗ്യം വന്നു ചേരുകയും ചെയ്യും. ഇതിൽ ഏറ്റവും പ്രധാനമായി ഈ ഡിസംബർ 14 തീയതി ഞായറാഴ്ച എന്ന് പറയുന്നത് ചില കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ചില ശുഭകാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു ദിവസം കൂടിയായിരിക്കും. പ്രത്യേകിച്ച് പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളിൽ ചിലർക്ക് വളരെ നാളുകളായി വിവാഹ കാര്യങ്ങളിൽ തടസ്സം നേരിട്ടിരുന്നു. എന്നാൽ ഈ രുചകയോഗം സിദ്ധിക്കുന്ന സമയത്ത് നിങ്ങളുടെ വിവാഹ തടസ്സങ്ങൾ നീങ്ങുകയും വിവാഹ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും മംഗളകരമായ ചില തീരുമാനങ്ങളിലേക്ക് എത്തിച്ചേരുവാനുമുള്ള മഹാഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും. ഒപ്പം തന്നെ പ്രണയിച്ചു കൊണ്ടിരിക്കുന്ന കർക്കിടകം രാശിക്കാർക്കും ഇത് നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ സമയമായിരിക്കും. ഇനി ഇതിനെല്ലാം പുറമെ കർക്കിടകം രാശിക്കാർക്ക് കുടുംബ ബന്ധങ്ങളെ വീണ്ടും ശക്തിപ്പെടുത്തുവാനും ഇതുവരെ സമാധാനക്കേടുകൾ നിലനിന്നിരുന്ന കുടുംബങ്ങളിൽ പോലും വളരെയധികം സമാധാനവും സന്തോഷവും ഉണ്ടാകുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ നേരിൽ കാണുവാൻ കഴിയുകയും ചെയ്യുന്ന തരത്തിലാണ് ഈ രുചകയോഗം നിങ്ങൾക്ക് അനുകൂലമായി വരുന്നത്. ഇതിൽ കുടുംബ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആഴം മനസ്സിലാകുന്നത് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചു വരുന്ന വ്യക്തികൾക്ക് മാത്രമായിരിക്കും. കാരണം ഒരു കുടുംബത്തിൽ സമാധാനമില്ലെങ്കിൽ ജീവിതം തന്നെ അർത്ഥമില്ലാത്ത രീതിയിലായിരിക്കും മുന്നോട്ട് പോവുക. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്നെങ്കിൽ ഇനി നിങ്ങൾക്ക് സന്തോഷിക്കുവാൻ കഴിയുന്ന സമയമാണ്. മാത്രമല്ല, ചില കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ ചില ആഗ്രഹങ്ങളെ വളരെ നാളുകളായി മറന്നു കളയേണ്ട അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം നിങ്ങളുടെ സാഹചര്യങ്ങൾ അത്തരത്തിലുള്ളവയായിരുന്നു. എന്നാൽ നിങ്ങൾ പോലും മറന്നുപോയ ചില ആഗ്രഹങ്ങളെ വീണ്ടും നിങ്ങൾക്ക് നേടിയെടുക്കുവാനുള്ള യോഗവും ഈ രുചകയോഗത്താൽ പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളിലേക്ക് വന്നു ചേരുവാൻ പോവുകയാണ്. ഒപ്പം തന്നെ ഈ ഡിസംബർ 14 തീയതി ഞായറാഴ്ച രുചകയോഗം സിദ്ധിച്ചു കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് കർക്കിടകം രാശിക്കാർക്കുണ്ടാകുവാൻ പോകുന്ന ചില അനുഭവങ്ങൾ തീർത്തും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നവയായിരിക്കും. അതായത് നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ചില ശുഭകരമായ മാറ്റങ്ങളാണ് നിങ്ങൾക്ക് തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുവാൻ പോകുന്നത്. ഇതിൽ തന്നെ ഉള്ള ജോലി വരെ നഷ്ടപ്പെട്ട ഒരു ദുരവസ്ഥയിലൂടെ ഏതൊക്കെയോ കർക്കിടകം രാശിക്കാർ ഇപ്പോൾ കടന്നു പോകുന്നുണ്ട്. ആ ഒരു കാര്യം കൊണ്ട് തന്നെ നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷം ചെറുതൊന്നുമല്ല. എന്നാൽ നിങ്ങളുടെ അത്തരത്തിലുള്ള പ്രതിസന്ധി ഘട്ടം കഴിയുവാൻ പോവുകയാണ്. ഇത്തരത്തിൽ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു കർമ്മ മേഖലയിലേക്ക് എത്തിപ്പെടുവാൻ കഴിയുന്നതിനാൽ തന്നെ പല വ്യക്തികൾക്കും സാമ്പത്തികമായും ഇത് മികച്ച ഒരു അനുഭവത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്നതിൻ്റെ തുടക്കമായിരിക്കും. നിങ്ങളുടെ ഓരോ കടബാധ്യതകൾക്കും പരിഹാരം കാണുവാനും ഒപ്പം തന്നെ കുടുംബത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളെയും നിങ്ങൾക്ക് നല്ല രീതിയിൽ നിറവേറ്റുവാനുമുള്ള ഭാഗ്യം ഈ രുചകയോഗത്താൽ നിങ്ങൾക്ക് ഉണ്ടാകുമെന്നത് അച്ചിട്ടാണ്. ഇനി അതുപോലെ തന്നെ ഏതൊക്കെയോ കർക്കിടകം രാശിക്കാരായിട്ടുള്ള ചില വ്യക്തികൾ കുറച്ച് ഭൂമി വളരെ കാലമായി വിൽപ്പന നടത്തുവാനായി പല വിധത്തിലും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും ആ വസ്തു വിൽപ്പന നടക്കാത്തത് നിങ്ങൾക്ക് വലിയ ഒരു പ്രതിസന്ധിയായി ഇപ്പോൾ നിൽക്കുന്നു. അങ്ങനെ ഒരു അവസ്ഥ നേരിട്ട് വരുന്ന കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് വസ്തു കച്ചവടത്തിലെ തടസ്സം നീങ്ങുകയും നിങ്ങൾ ആഗ്രഹിച്ചതിലും മികച്ച രീതിയിൽ വസ്തു വിൽപ്പന നടക്കുകയും ചെയ്യുന്ന സമയം കൂടിയായിരിക്കും ഈ രുചകയോഗം ഭാഗ്യമായി നിൽക്കുന്ന സമയം. അങ്ങനെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും ഏറ്റവും സന്തോഷത്തോടെയും
മികവോടെയും പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാനുള്ള മഹാഭാഗ്യമായിരിക്കും ഈ രുചകയോഗത്താൽ കർക്കിടകം രാശിക്കാർക്ക് ലഭിക്കുന്നത്. മാത്രമല്ല, കർക്കിടകം രാശിക്കാരിൽ ഈ ഡിസംബർ 14 തീയതി ഞായറാഴ്ച ജന്മദിനം ആഘോഷിക്കുന്ന വ്യക്തികൾക്കും മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ദിവസം നിങ്ങൾക്ക് ഈ രുചകയോഗം ഭാഗ്യകരമായി നിൽക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ഈ ജന്മദിനം കഴിഞ്ഞുള്ള അടുത്ത വർഷവും നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാമെന്നും ചൂണ്ടിക്കാട്ടുന്നു. ഇനി മൂന്നാമതായി ഡിസംബർ മാസം 14 തീയതി ഞായറാഴ്ച രുചകയോഗം സിദ്ധിക്കുവാനുള്ള ഭാഗ്യം തെളിഞ്ഞിരിക്കുന്ന രാശിക്കാരായി വരുന്നത് ഉത്രം, അത്തം, ചിത്തിര വരുന്ന കന്നിരാശിക്കാരാണ്. കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഈ ഒരു സമയം വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള പല കാര്യങ്ങളും ജീവിതത്തിൽ കാണുവാൻ കഴിയും. അതായത് അത്തരത്തിൽ വന്നു ചേരുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ മനസ്സിന് സന്തോഷവും ജീവിതത്തിന് ഗുണകരമായ ഫലങ്ങളും നൽകുന്നവ തന്നെയായിരിക്കും. എന്നാൽ ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളെ പറ്റിയും ചിന്തിച്ചാൽ നിങ്ങൾക്ക് അതിൽ നിന്നൊന്നും തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യവും ഓർത്തെടുക്കുവാൻ പോലും പ്രയാസമാണ്. അതായത് ജീവിതത്തിലെ ഭൂരിഭാഗം കാര്യങ്ങളിലും തടസ്സങ്ങളും പല വിധത്തിലുള്ള പ്രതിസന്ധികളുമാണ് നിങ്ങൾക്ക് നിലനിൽക്കുന്നത്. അത്തരത്തിലുള്ള കന്നിരാശിയിൽ പിറന്ന വ്യക്തികൾക്കൊക്കെ ഈ ഒരു സമയം അതിവിശേഷകരമായിരിക്കും. ഏറ്റവും പ്രധാനമായി ഈ ഡിസംബർ 14 തീയതി ഞായറാഴ്ച രുചകയോഗം സിദ്ധിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസങ്ങളിലായി തന്നെ ചില കന്നിരാശിയിൽ പിറന്ന വിദ്യാർത്ഥികൾക്കൊക്കെ നിങ്ങളുടെ പഠന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അത്രയധികം ആഗ്രഹിച്ച എന്തൊക്കെയോ സന്തോഷം നിറഞ്ഞ വാർത്തകൾ കേൾക്കുവാൻ കഴിയും. പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയൊക്കെ ശ്രമിച്ചു കൊണ്ടിരിക്കുകയും ചില പ്രത്യേക പരീക്ഷകളൊക്കെ എഴുതിയിട്ട് അതിൻ്റെ ഫലത്തിനു വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്ന കന്നിരാശിക്കാർക്കൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചതിലും മികച്ച ഫലങ്ങളായിരിക്കും ലഭിക്കുവാൻ പോകുന്നത്. ഇനി അതുകൂടാതെയും ചില ഉത്രം, അത്തം, ചിത്തിര വരുന്ന കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഡിസംബർ 14 തീയതി ഞായറാഴ്ച ജീവിതത്തിൽ ചില അംഗീകാരങ്ങൾ തേടിയെത്തുകയും ഒരു വലിയ ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്യുവാനുള്ള അവസരം ലഭിക്കുകയും ചെയ്യും. ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കവും ചില പുതിയ നേട്ടങ്ങളിലേക്കുള്ള വഴിത്തിരിവുമായിരിക്കും. ഇനി സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് പോലും ഈ ഒരു സമയത്ത് സാമ്പത്തിക മേഖലയിലൊക്കെ ഉണ്ടാകുവാൻ പോകുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളാണ്. പ്രത്യേകിച്ച് ഈ രുചകയോഗം നിങ്ങൾക്ക് ഭാഗ്യമായി നിൽക്കുന്ന ഈ ഡിസംബർ 14 തീയതി ഞായറാഴ്ച അപ്രതീക്ഷിതമായി നിങ്ങളുടെ കൈകളിലേക്ക് ചില തുകകൾ ലഭിക്കുകയും ഒപ്പം തന്നെ നിങ്ങളുടെ ചില സാഹചര്യങ്ങളിൽ താങ്ങായി നിങ്ങളുടെ പ്രിയപ്പെട്ടവർ കൂടെ ഉണ്ടാവുകയും ചെയ്യും. അതായത് ഒരിക്കലും നിങ്ങൾക്ക് സഹായത്തിന് എത്തില്ല എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടില്ലാത്ത ചില വ്യക്തികളായിരിക്കും ഈ ഒരു സമയത്ത് നിങ്ങളെ സഹായിക്കുവാൻ എത്തുന്നത്. ഇനി ഇതിൽ തന്നെ ചില കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് സ്വന്തമായി ഒരു വരുമാനവുമില്ല, സ്നേഹിക്കുവാൻ കുടുംബമോ ബന്ധുക്കളോ ഒന്നും തന്നെ ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അതായത് ജീവിതത്തിൽ മുഴുവനായി നിങ്ങൾ ഒറ്റപ്പെട്ടു നിൽക്കുകയാണ്. നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു മാനസിക അവസ്ഥ മറ്റൊരു വ്യക്തികൾക്കും മനസ്സിലാവില്ല എന്നത് തന്നെയാണ് വാസ്തവം. എന്നാൽ അങ്ങനെയുള്ള ഏതെങ്കിലും കന്നിരാശിയിൽ പിറന്ന വ്യക്തികൾ ഇന്നത്തെ ഈ അധ്യായം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമാധാനിക്കാം. കാരണം ഈ പ്രപഞ്ചശക്തി നിങ്ങളുടെ ജീവിതത്തെ ഏറ്റവും മികച്ച ഒരു രീതിയിലേക്ക് മാറ്റുവാൻ പോവുകയാണ്. അപ്പോൾ എല്ലാ രീതിയിലും കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ജീവിതത്തിൽ നിലനിന്നിരുന്ന എല്ലാ വിധത്തിലുള്ള ആശങ്കകളും ഇല്ലാതാവുകയും ശുഭവാർത്തകൾ നിങ്ങളെ തേടിയെത്തുകയും ചെയ്യുന്ന സമയമായിരിക്കും ഇത്. അപ്രകാരം നോക്കുമ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള 9 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഈ ഡിസംബർ 14 തീയതി ഞായറാഴ്ച എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള ഭാഗ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഒരു സമയത്തിൻ്റെ തുടക്കമായിരിക്കും.
ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.